നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കോറിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. ഈ കോറിലേഷൻ നമുക്ക് 10 മാർക്കിൻ്റെ ഒരു എസ് എ ക്വസ്റ്റ്യൻ പ്രോബ്ലം ഉറപ്പായിട്ടും ഉണ്ടാവും. ഓക്കെ, എല്ലാവർക്കും സ്ക്രീൻ കാണുന്നുണ്ടെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യുക കേട്ടോ. സ്ക്രീൻ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, കോറിലേഷൻ എന്ന് പറഞ്ഞാൽ കോറിലേഷൻ എന്നാണ്, സഹബന്ധം. ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. 2 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ എഴുതാം. അതായത് രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ബന്ധത്തിനെയാണ് നമ്മൾ കോറിലേഷൻ എന്ന് പറയാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? കോറിലേഷൻ മനസ്സിലായ എന്താന്ന്? എന്താ കോറിലേഷൻ പറയുന്നത്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എൻ അനാലിസിസ് ഓഫ് ദ അസോസിയേഷൻ ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. കണ്ടോ, ഇറ്റ് ഈസ് അനാലിസിസ് ഓഫ് ദ അസോസിയേഷൻ ബിറ്റ്വീൻ 2 or more വേരിയബിൾ. രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള അസോസിയേഷനെ കുറിച്ച് അനലൈസ് ചെയ്യുന്നതാണ് കോറിലേഷൻ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് ഇതിനകത്ത് ടൈപ്സ് ഓഫ് കോറിലേഷൻ ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കാം. ടൈപ്സ് കേട്ടോ, ടൈപ്സ് അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് കോറിലേഷൻ. മെയിനായിട്ട് 3 ടൈപ്പ് ഓഫ് കോറിലേഷൻ ആണുള്ളത്. 1 പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ, 2 ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ, 3 സിമ്പിൾ, മൾട്ടിപ്പിൾ ആൻഡ് പാർഷ്യൽ കോറിലേഷൻ. അപ്പോൾ ഏതൊക്കെയാണ് 3 ടൈപ്സ് ഓഫ് കോറിലേഷൻ? Positive and negative correlation, linear, non-linear correlation, simple, multiple, partial. ഓക്കെ, നമുക്കിതിൽ ആദ്യം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നോക്കാം. എന്താണ് പോസിറ്റീവ് കോറിലേഷൻ? വെൻ ദ വാല്യൂസ് ഓഫ് 2 വേരിയബിൾസ് മൂവ്സ് ഇൻ ദ സെയിം ഡിറക്ഷൻ. അതായത് 2 വേരിയബിളിൻ്റെ അല്ലെങ്കിൽ 2 വേരിയബിൾസിൻ്റെ വാല്യൂസ് ഒരേ ദിശയിലാണെങ്കിൽ, ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അവ തമ്മിലുള്ള ബന്ധം നമുക്ക് പോസിറ്റീവാന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, പെട്രോളിൻ്റെ ഡീസലിൻ്റെയും ഒരു 10 ദിവസത്തെ പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ മേ ബി രണ്ടും കൂടിക്കൊണ്ടിരിക്കുമായിരിക്കും. ശരിയാണോ? ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, ഒരു 10 ദിവസത്തെ പെട്രോളിൻ്റെ ഡീസലിൻ്റെയും കണക്കെടുത്തപ്പോൾ ഈ 10 ദിവസവും കുറേശ്ശെ രണ്ടും പെട്രോൾ ഡീസലും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവ തമ്മിൽ എന്ത് ബന്ധമാണ്? പോസിറ്റീവാണോ അതോ നെഗറ്റീവാണോ? പറഞ്ഞേ, പോസിറ്റീവ് കോറിലേഷൻ ആണോ നെഗറ്റീവ് കോറിലേഷൻ ആണോ? പോസിറ്റീവ് ആണ്. അതായത് പോസിറ്റീവ് കോറിലേഷൻ പറഞ്ഞാൽ എന്താണെന്നറിയോ? വെൻ ദ വാല്യൂസ് ഓഫ് 2 വേരിയബിൾസ് മൂവ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ. കണ്ടോ, 2 വേരിയബിൾസിൻ്റെ വാല്യൂസ്, മൂല്യം ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അത് പോസിറ്റീവ്. ഇവിടെ നമുക്ക് പെട്രോളിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഡീസലിൻ്റെ വിലയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടിൻ്റെയും പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, ഒരേ ഡയറക്ഷനല്ലേ, അല്ലേ? ഇതിനെയാണ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ക്യാരറ്റിൻ്റെയും അതുപോലെ വെണ്ടയ്ക്കയുടെയും ഒരു 10 ദിവസം എടുത്ത് നോക്കിയപ്പോൾ ക്യാരറ്റിൻ്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വെണ്ടയ്ക്കയുടെ വിലയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വിചാരിക്കുക. അവ തമ്മിൽ എന്ത് കോറിലേഷനാണ്? പറഞ്ഞേ. പോസിറ്റീവ് കോറിലേഷൻ. യെസ്, രണ്ടും കുറഞ്ഞാലും അത് പോസിറ്റീവാണ് കേട്ടോ. ഒരേ ഡയറക്ഷനിലായാൽ മതി, അത് കൂടണമെന്നോ കുറയണമെന്നോ പറയുന്നില്ല. രണ്ടും കൂടിയാലും പോസിറ്റീവാണ്, രണ്ടും കുറഞ്ഞാലും പോസിറ്റീവാണ്. 2 വേരിയബിൾ ഒരേ പാതയിൽ അവർ ഒരുമിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ള ബന്ധമാണ് എന്ത്? പോസിറ്റീവ് ബന്ധം, പോസിറ്റീവ് സഹബന്ധം, പോസിറ്റീവ് കോറിലേഷൻ. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ജയേന്ദ്രൻ ക്ലിയർ ആയോ? ജനാർദ്ദൻ ചേട്ടൻ ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. അപ്പോൾ എന്തായിരിക്കും നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ? വെരി ഗുഡ്. വാല്യൂ ഓഫ് 2 വേരിയബിൾസ് മൂവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. കണ്ടോ, ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുക, അല്ലെങ്കിൽ ഒന്ന് കുറയുമ്പോൾ ഒന്ന് കൂടുക. ഇപ്പോൾ പ്രൈസും ഡിമാൻഡും, ഏതൊരു സാധനത്തിൻ്റെ വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയില്ലേ മക്കളെ? വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയില്ലേ? അപ്പോൾ അവ തമ്മിൽ എന്ത് കോറിലേഷനാണ്? അവ തമ്മിൽ എന്ത് തരം ബന്ധമാണ്? നെഗറ്റീവ് കോറിലേഷൻ. അപ്പോൾ എല്ലാവർക്കും പോസിറ്റീവ് കോറിലേഷൻ നെഗറ്റീവ് കോറിലേഷൻ ക്ലിയർ ആയോ? യെസ്.
ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് എക്സ് വൈ കണ്ടോ നിങ്ങൾ ഫസ്റ്റ് ടേബിൾ എക്സിലെ വാല്യൂ 30 ആയപ്പോൾ വൈ 15 ആയിരുന്നു, അടുത്തത് 35 ആയപ്പോൾ വൈ 20 ആയി, പിന്നെ എന്ത് സംഭവിച്ചു 42 ആയപ്പോൾ 20. അപ്പോൾ നമ്മൾ എക്സ് നോക്കി നിങ്ങൾ 30 35 42 60 65, വൈ നോക്കി 15 20 22 27 30. അപ്പോൾ എക്സും വൈയും കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, രണ്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവ തമ്മിൽ എന്ത് കോറിലേഷനാണ്? പോസിറ്റീവ് കോറിലേഷൻ. യെസ്, അവ തമ്മിൽ പോസിറ്റീവ് കോറിലേഷൻ ആണ്. ക്ലിയർ ആണോ? സെറ്റായോ എല്ലാവർക്കും? സെറ്റാണോ? എക്സാമ്പിൾ 2 നോക്കി എക്സ് 20 15 10 8 7, എക്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വൈ നോക്കി 30 29 20 15 10, വൈയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സും വൈയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് കോറിലേഷനാണ്? അതും പോസിറ്റീവാണ്, രണ്ടും കുറയല്ലേ, അപ്പോൾ അത് പോസിറ്റീവാണ്. എക്സാമ്പിൾ 3 നോക്കിക്കേ എക്സ് 30 35 40 കൂടിക്കൊണ്ടിരിക്കുകയാണ്, വൈ 30 25 20. അപ്പോൾ എക്സ് കൂടുകയും വൈ കുറയുകയും ചെയ്യുകയാണ്. എന്ത് തരം കോറിലേഷനാണ്? നെഗറ്റീവ് കോറിലേഷൻ. അപ്പോൾ എല്ലാവർക്കും പോസിറ്റീവ് നെഗറ്റീവ് സെറ്റായോ? എപ്പോഴും ചോദിക്കാറുണ്ട് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തിയറി കേട്ടോ. പോസിറ്റീവ് കോറിലേഷൻ നെഗറ്റീവ് കോറിലേഷൻ ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കോറിലേഷൻ ആണ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ. എന്താണ് ലീനിയർ? നമുക്ക് നോക്കാം. വെൻ ദ എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ലീഡ്സ് ടു എ കോൺസ്റ്റന്റ് റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ അതർ വേരിയബിൾ. അതായത് ഒരു വേരിയബിളിൻ്റെ എമൗണ്ടിൽ മാറ്റം സംഭവിക്കുമ്പോൾ കോൺസ്റ്റന്റ് റേഷ്യോയിൽ മറ്റൊരു വേരിയബിളിൻ്റെ വാല്യൂവിൽ മാറ്റം വരികയാണെങ്കിൽ അത് ലീനിയർ കോറിലേഷൻ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ നമുക്ക് ദോശയ്ക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് മാവ് വേണം അല്ലേ. അപ്പോൾ നമ്മൾ ഈ അരി ഉഴുന്നും നമ്മൾ എടുക്കുന്ന ഒരു റേഷ്യോ ഉണ്ട്, ശരിയല്ലേ? എത്ര കപ്പ് അരി എടുക്കുമ്പോൾ എത്ര കപ്പ് ഉഴുന്നെടുക്കും എന്ന് പറഞ്ഞേ. പറഞ്ഞോ നിങ്ങൾ. 2 കപ്പ് അരി എടുത്താൽ എത്ര കപ്പ് ഉഴുന്നെടുക്കും? ഒരു കപ്പ് ഉഴുന്ന്, ശരിയല്ലേ? ഇനിയിപ്പോൾ എനിക്ക് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ 4 കപ്പ് അരി എടുത്തു, അപ്പോൾ അരിയിൽ മാറ്റം സംഭവിച്ചു അല്ലേ, അരിയുടെ അളവിൽ മാറ്റം സംഭവിച്ചു. അപ്പോൾ ഉഴുന്ന് ഒന്ന് തന്നെയായിരിക്കുമോ? രണ്ടാവും. അപ്പോൾ കണ്ടോ, ഒരെണ്ണത്തിൽ മാറ്റം സംഭവിക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് റേഷ്യോയിൽ മറ്റൊരു വേരിയബിൾ മാറുകയാണെങ്കിൽ അവ തമ്മിൽ എന്ത് കോറിലേഷനാ? ലീനിയർ കോറിലേഷൻ ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ക്ലിയർ ആയോ? യെസ്. അപ്പം നോൺ ലീനിയർ എന്താ? നേരെ ഓപ്പോസിറ്റ്. വെൻ എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ഈസ് നോട്ട് ഇൻ കോൺസ്റ്റന്റ് റേഷ്യോ ടു ദ ചേഞ്ച് ഇൻ അതർ വേരിയബിൾ. കണ്ടോ, ഒരു വേരിയബിൾ മാറ്റം സംഭവിക്കുമ്പോൾ കോൺസ്റ്റന്റ് റേഷ്യോയിൽ മറ്റൊരു വേരിയബിൾ മാറിയില്ലെങ്കിലോ അത് നോൺ ലീനിയർ കോറിലേഷൻ. ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? സെറ്റാണോ? അടുത്ത മൂന്നാമത്തെ ടൈപ്പ് ഓഫ് കോറിലേഷൻ ആണ് സിമ്പിൾ പാർഷ്യൽ ആൻഡ് മൾട്ടിപ്പിൾ കോറിലേഷൻ. സിമ്പിൾ എന്ന് പറഞ്ഞാൽ 2 വേരിയബിൾസ് മാത്രമാണുള്ളത് വിചാരിക്കുക. ഇപ്പോൾ കോറിലേഷൻ നമ്മൾ പറഞ്ഞു 2 അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള ബന്ധമാണ് കോറിലേഷൻ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ റിലേഷൻഷിപ്പിനകത്ത് 2 വേരിയബിൾസ് മാത്രമേ ഉള്ളുവെങ്കിൽ, അതായത് നമ്മൾ ബന്ധം കണ്ടുപിടിക്കുന്നത് 2 ബന്ധം മാത്രമാണ്, 2 വേരിയബിളിൻ്റെ റിലേഷൻ മാത്രമേ കാണുന്നുള്ളൂവെങ്കിൽ അത് എന്ത് കോറിലേഷനാണ്? സിമ്പിൾ കോറിലേഷനാണ്. ക്ലിയർ ആയോ? പ്രൈസ് ആൻഡ് ഡിമാൻഡ് സിമ്പിൾ കോറിലേഷനാണ്. ക്ലിയർ ആയേ? അപ്പോൾ 2 വേരിയബിൾസ് മാത്രമാണ് ഉള്ളതെങ്കിൽ അത് സിമ്പിൾ കോറിലേഷൻ. സെറ്റാണോ? പക്ഷേ ഒരു വേരിയബിളിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് വേരിയബിൾസ് ഉണ്ടെങ്കിലോ അത് സിമ്പിൾ അല്ല, അത് പാർഷ്യലോ മൾട്ടിപ്പിളോ ആകാം. ക്ലിയർ അല്ലേ? ഒരു വേരിയബിളിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്പർ ഓഫ് അതേഴ്സ്, വേറെ ഒരുപാട് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ വേറെ ഒരുപാട് വേരിയബിൾസ് ഉണ്ടെങ്കിൽ അവ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കുന്നതിനെ നമ്മൾ സിമ്പിൾ എന്നല്ല പറയാം, അത് പാർഷ്യലോ മൾട്ടിപ്പിൾ കോറിലേഷനോ ആകാം. സെറ്റാണോ? മൂന്നാമത്തെ ടൈപ്പ് ഓഫ് കോറിലേഷൻ ക്ലിയർ ആയോ? യെസ്. ഇനി കോറിലേഷൻ കാണാനുള്ള മെത്തേഡ് ഫോർ സ്റ്റഡിങ് കോറിലേഷൻ. കോറിലേഷനെ കുറിച്ച് പഠിക്കാനായിട്ട് നമുക്ക് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് സ്കാറ്റർ ഡയഗ്രം എന്നാണ് പറയുക, ചിന്നിച്ചിതറിക്കിടക്കുന്ന ഡയഗ്രം എന്നാണ് പറയുക. അത് അങ്ങനെ വരയ്ക്കാനൊന്നും ചോദിക്കാറില്ല. സ്കാറ്റർ ഡയഗ്രം എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് കോറിലേഷൻ, അങ്ങനെ എന്തെങ്കിലും എഴുതിയാൽ മതി തിയറി. അതിന് അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് പഠിക്കുക. ഇറ്റ് ഈസ് ഈസി ടു പ്ലോട്ട്, ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു 3 അഡ്വാൻറ്റേജും 2 ഡിസഡ്വാൻറ്റേജും പഠിച്ചു വെക്കുക കേട്ടോ.
അപ്പോൾ സ്കാറ്റർ ഡയഗ്രം എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയില്ലേ? നമ്മൾ ഈ വേരിയബിൾസ് വെച്ചുകൊണ്ട് വെറുതെ ഇങ്ങനെ ചിഹ്നിച്ച് ഇതേപോലെ കുത്തിട്ട് വരക്കില്ലേ, അതാണ് സ്കാറ്റർ ഡയഗ്രം. ഓക്കെ, സെറ്റ് അല്ലേ? രണ്ടാമത്തെ മെത്തേഡാണ് കോറിലേഷൻ ഗ്രാഫ് അല്ലെങ്കിൽ ഗ്രാഫിക് മെത്തേഡ് എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് ആക്സിസ്, എക്സ് ആക്സിസും വൈ ആക്സിസ് ഒക്കെ വരച്ചിട്ട് ഒരു ഗ്രാഫ് പേപ്പറിൽ നമ്മൾ കോറിലേഷൻ അളക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്രാഫിക് മെത്തേഡ് അഥവാ കോറിലേഷൻ ഗ്രാഫ് എന്ന് പറയുക. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. അത് മാത്രമേ ഇമ്പോർട്ടൻ്റ് അല്ല, തിയറി ചോദിക്കുള്ളൂ. മൂന്നാമത്തതാണ് നമ്മുടെ പ്രോബ്ലം. ഈ ചാപ്റ്ററിൽ ഫുൾ പഠിക്കാനായിട്ടുള്ള കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ മാത്തമാറ്റിക്കലി നമ്മൾ കണ്ടുപിടിക്കുന്ന ഇതിനകത്തൊരു 3 മെത്തേഡ് വരുന്നുണ്ട്. കാൾ പിയേഴ്സൺസ് മെത്തേഡ്, സ്പിയർമാൻസ് മെത്തേഡ്, കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ്. അപ്പോൾ കോറിലേഷൻ കാണാൻ എത്ര മെത്തേഡ് ഉണ്ട് മക്കളെ? എത്ര കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ മെത്തേഡ് ഉണ്ട്? 3 ഏതൊക്കെയാ? സ്പിയർമാൻ, കൺകറൻറ്റ് ഡീവിയേഷൻ. ആ സ്പിയർമാൻ നമ്മൾ റാങ്ക് കോറിലേഷൻ എന്ന് പറയാം. സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ. മക്കളെ, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു മെത്തേഡ് ആയിരിക്കും 10 മാർക്കിന് ചോദിക്കുക കേട്ടോ. 10 മാർക്കിന് എസ്എ പ്രോബ്ലം ഈ 3 ഏതെങ്കിലും ഒന്നായിരിക്കും. ഓക്കെ, നമുക്ക് ആദ്യം കാൾ പിയേഴ്സൺസ് പഠിച്ചാലോ? കാൾ പിയേഴ്സൺസ് പഠിക്കുക. അതിന് ഫോർമുലയുണ്ട്. n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇക്വേഷൻ നിങ്ങൾ ആദ്യം നന്നായിട്ട് പഠിക്കുക. ഒന്നുകൂടെ പറയാം. n സിഗ്മ എക്സ് വൈ, ഇത് n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഐറ്റം എത്ര എണ്ണം നോക്കുക. സിഗ്മ എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൈൻ്റെ ടോട്ടൽ, സിഗ്മ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എന്നല്ലേ അർത്ഥം. അപ്പോൾ എക്സ് വൈൻ്റെ ടോട്ടൽ എടുക്കുക മൈനസ് സിഗ്മ എക്സ്, അതായത് എക്സിൻ്റെ ടോട്ടലിനെ വൈൻ്റെ ടോട്ടൽ വെച്ച് ഇൻറ്റു ചെയ്യുക. അതാണ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n, വീണ്ടും n വന്നു, സിഗ്മ എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ എടുക്കുക, അതിൽ നിന്നും എക്സിൻ്റെ ടോട്ടലിൻ്റെ സ്ക്വയർ എടുക്കുക ഇൻറ്റു റൂട്ട് ഓഫ് n സിഗ്മ വൈ സ്ക്വയർ, n ഇൻറ്റു വൈ സ്ക്വയറിൻ്റെ ടോട്ടൽ എടുക്കുക മൈനസ് വൈൻ്റെ ടോട്ടലിൻ്റെ സ്ക്വയർ എടുക്കുക. ഇങ്ങനെ ചെയ്താൽ നമുക്ക് കോറിലേഷൻ കിട്ടും. ഇക്വേഷൻ എന്ന് പറഞ്ഞ ആരെങ്കിലും ഒരാൾ? ഇക്വേഷൻ പറഞ്ഞേ. മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ. വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു കാര്യം പറയാം മക്കളെ, ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നിങ്ങൾ 3 കോളം വർക്കൗട്ട് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എത്ര കോളം വർക്കൗട്ട് ചെയ്യണം എക്സ്ട്രാ? ഓടി എക്സും വൈ തരും. അപ്പോൾ നിങ്ങൾ എന്ത് കാണണം? എക്സ് വൈ കാണാം, എക്സ് സ്ക്വയർ കാണാം, വൈ സ്ക്വയർ കാണാം. അപ്പോൾ എത്ര കോളംസ് വർക്കൗട്ട് ചെയ്യണം? ഏതൊക്കെയാണത്? എക്സ് വൈ എന്ന് പറഞ്ഞാൽ അറിയാലോ, എക്സ് ഇൻറ്റു വൈ ആണ് എക്സ് വൈ. പിന്നെ എക്സിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എക്സ് സ്ക്വയർ കിട്ടും, വൈൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ വൈ സ്ക്വയർ കിട്ടും. എന്നിട്ട് ഈ പറയുന്ന എല്ലാ കോളത്തിൻ്റെ ടോട്ടൽ എടുക്കുക. അപ്പോൾ 5 കോളത്തിൻ്റെ ടോട്ടൽ എടുക്കുക. വെറുതെ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ സിമ്പിളാണ്, വെരി സിമ്പിൾ കാൾ പിയേഴ്സൺ. അപ്പോൾ എക്സിൽ നമുക്ക് 2 3 4 5 6 7 8 തന്നിട്ടുണ്ട്. വൈയിൽ 4 5 6 12 9 5 4 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ കോളംസാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞോ? അപ്പോൾ എക്സ് വൈ കാണാം നമുക്ക് ആദ്യം. 2 × 4 2 × 4 8, 3 × 5 15, 4 × 6 24, 5 × 12 60, 6 × 9 54, 7 × 5 35, 8 × 4 32. അപ്പോൾ എക്സ് വൈ നമുക്ക് കിട്ടി. അടുത്ത എക്സ് സ്ക്വയർ, എക്സിൻ്റെയൊക്കെ സ്ക്വയർ എടുക്കുക. 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ അങ്ങനെ എക്സ് സ്ക്വയർ കണ്ടുപിടിച്ചു. അടുത്ത വൈ സ്ക്വയർ, വൈൻ്റെ സ്ക്വയർ 4ൻ്റെ സ്ക്വയർ 16, 5 25, 6 36 അങ്ങനെ എല്ലാം കണ്ടുപിടിച്ചിട്ട് ഈ 5 കോളത്തിൻ്റെ ടോട്ടൽ എടുക്കുക. അപ്പോൾ എക്സിൻ്റെ ടോട്ടലല്ലേ സിഗ്മ എക്സ്, വൈൻ്റെ ടോട്ടലാണ് സിഗ്മ വൈ, എക്സ് വൈയുടെ ടോട്ടലാണ് സിഗ്മ എക്സ് വൈ, എക്സ് സ്ക്വയറിൻ്റെ ടോട്ടലാണ് സിഗ്മ എക്സ് സ്ക്വയർ, വൈ സ്ക്വയറിൻ്റെ ടോട്ടലാണ് സിഗ്മ വൈ സ്ക്വയർ. അപ്പോൾ എല്ലാത്തിൻ്റെയും ടോട്ടൽ കണ്ടുപിടിച്ചത് വരെ ക്ലിയർ ആയോ? എല്ലാവർക്കും സെറ്റായോ? രാജേന്ദ്ര ചേട്ടൻ ക്ലിയർ ആയോ? ഓക്കെ, ശരി 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 ശരി. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. എക്സ് വൈ എന്ന് പറയുന്ന കോളം വരച്ചു.
എക്സ് സ്ക്വയർ വരച്ചു, വൈ സ്ക്വയർ വരച്ചു, എന്നിട്ട് എല്ലാത്തിനും ടോട്ടൽ എടുത്തു, എല്ലാത്തിനും സിഗ്മ കണ്ടുപിടിച്ചു കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും സെറ്റാണല്ലോ അല്ലേ? യെസ്. നമ്മുടെ കോറിലേഷനെ നമ്മൾ സ്മോൾ ലെറ്റർ ആർ ഉപയോഗിച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ആർ എന്ന് പറയുന്ന ലെറ്റർ ഇല്ലേ, ആർ ഉപയോഗിച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ അത് കാണുന്ന ഇക്വേഷൻ ഓടി പഠിച്ചല്ലോ, എൻ സിഗ്മ എക്സ് വൈ. അപ്പോൾ ഇതിൽ അറിയാത്ത എൻ മാത്രമേ ഉള്ളൂ അല്ലേ. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഐറ്റം ആണ്. ഈ ക്വസ്റ്റ്യനിൽ എത്ര ഐറ്റം ഉണ്ടെന്ന് എണ്ണി നോക്കിക്കേ. 1 2 3 4 5 6 7 ആണോ? യെസ്. അപ്പോൾ 7 ആണ് എൻ. അപ്പോൾ അവിടെ ഇക്വേഷനിൽ 7 ഇൻറ്റു സിഗ്മ എക്സ് വൈ, എക്സ് വൈയുടെ ടോട്ടൽ എത്രയാ? 228. അപ്പോൾ 7 ഇൻറ്റു 228 മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. എക്സിൻ്റെ ടോട്ടലിനെ വൈൻ്റെ ടോട്ടൽ വെച്ച് ഇൻറ്റു ചെയ്യുക. അതായത് 35 ഇൻറ്റു 45. അപ്പോൾ 35 ഇൻറ്റു 45. ക്ലിയർ ആയോ? അപ്പോൾ 7 ഇൻറ്റു 228 മൈനസ് 35 ഇൻറ്റു 45. അതുവരെ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ന്യൂമറേറ്റർ ക്ലിയർ അല്ലേ മുകളിൽ? സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. എക്സിൻ്റെ ടോട്ടൽ 35 ആണ്, വൈൻ്റെ ടോട്ടൽ 45 ആണ്. 35 ഇൻറ്റു 45 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ വീണ്ടും വന്നു 7 ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ, എക്സ് സ്ക്വയർ ടോട്ടൽ എത്രയാ? 203 മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. എക്സിൻ്റെ ടോട്ടലിൻ്റെ സ്ക്വയർ എടുക്കണം. എക്സിൻ്റെ ടോട്ടൽ 35 അല്ലേ, 35ൻ്റെ സ്ക്വയർ എടുക്കുക ഇൻറ്റു റൂട്ട് ഓഫ് വീണ്ടും എൻ വന്നു 7 ഇൻറ്റു ഇനി വൈൻ്റെ സിഗ്മ വൈ സ്ക്വയർ. വൈ സ്ക്വയറിൻ്റെ ടോട്ടൽ എത്രയാ? 343. അപ്പോൾ 7 ഇൻറ്റു 343 മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. അതായത് വൈൻ്റെ ടോട്ടലിൻ്റെ സ്ക്വയർ എടുക്കുക. വൈൻ്റെ ടോട്ടൽ എത്രയാ? 45 ആണ്. അപ്പോൾ 45ൻ്റെ സ്ക്വയർ എടുക്കുക. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക. 7 ഇൻറ്റു 228 1596 മൈനസ് 35 ഇൻറ്റു 45 1575 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 203 1421 മൈനസ് 35ൻ്റെ സ്ക്വയർ 1225 ഇൻറ്റു 7 ഇൻറ്റു 343 2401 മൈനസ് 45ൻ്റെ സ്ക്വയർ 2025. ഇതിനടിയിൽ എന്ത് ചെയ്യുക? മൈനസ് ചെയ്തിട്ട് അതിന് റൂട്ട് എടുക്കുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കുമ്പോൾ 0.07 എന്ന് കിട്ടും. അതാണ് നമ്മുടെ കോറിലേഷൻ. മക്കളെ, ഇതിൻ്റെ ആൻസർ മാക്സിമം 1 വരെ പോകുള്ളൂ, 1-ൽ കൂടുതൽ ഒരിക്കലും പോകില്ല കേട്ടോ. ഓർത്ത് വയ്ക്കുക. 1 കിട്ടുന്നെങ്കിൽ അത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ അർത്ഥം. ഒരിക്കലും 1-ന് മുകളിലോട്ട് എന്ത് പോവില്ല? ആൻസർ പോവില്ല. കോറിലേഷൻ ആൻസർ -1-നും +1-നും ഇടയിലായിരിക്കും കേട്ടോ. സെറ്റാണോ? ക്ലിയർ ആയോ? ഇനി ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ചെയ്യണേ. രണ്ടാമത്തെ മൂന്നാമത്തെ ചെയ്യാം നിങ്ങൾക്ക് കേട്ടോ. നോക്കിക്കോ. രണ്ടാമത്തെ ഓൾറെഡി നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എൻ തന്നിട്ടുണ്ട്, സിഗ്മ എക്സ് തന്നിട്ടുണ്ട്, സിഗ്മ എക്സ് സ്ക്വയർ തന്നിട്ടുണ്ട്, സിഗ്മ വൈ തന്നിട്ടുണ്ട്, സിഗ്മ വൈ സ്ക്വയർ തന്നിട്ടുണ്ട്, സിഗ്മ എക്സ് വൈ. വെറുതെ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. ഇക്വേഷൻ അറിയാമെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ചെയ്തോളില്ലേ എല്ലാവരും? ചെയ്തോളില്ലേ? മൂന്നാമത് പ്രൈസും ഡിമാൻഡുമാണ്. നമുക്ക് 2 കോളം തന്നിട്ടുണ്ട്, പ്രൈസും ഡിമാൻഡും. അപ്പോൾ നിങ്ങൾ പ്രൈസിന് എക്സ് എന്ന് കൊടുക്കുക, ഡിമാൻഡിന് വൈ എന്ന് കൊടുക്കുക. പ്രൈസ് എന്താണ്? എക്സ്, ഡിമാൻഡ് വൈ. പിന്നെ നിങ്ങൾക്ക് എത്ര കോളം വരയ്ക്കണം? 3 കോളം വരയ്ക്കേണ്ട. ഏതൊക്കെ കോളംസാ? എന്നിട്ട് എല്ലാത്തിനും ടോട്ടൽ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുക. സിമ്പിൾ അല്ലേ? സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? യെസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം കേട്ടോ. കാൾപിയസിൻ്റെ കോറിലേഷൻ നന്നായിട്ട് പഠിക്കുക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ എല്ലാവർക്കും?